എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷെമീസ് വ്ലോഗാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി? ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇന്നൊരു കല്യാണമുണ്ട്, പക്ഷേ കല്യാണത്തിന് പോകാൻ സാധ്യതയില്ല. അപ്പം ഞാൻ രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ, രാവിലത്തെ ഫുഡ് കപ്പയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ നന്നായിട്ട് നല്ല വേവണ കപ്പ കേട്ടോ, നല്ല കപ്പയാണ്. കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിലടിക്കാം കേട്ടോ. ഒരു വിസിലെന്ന് പറയുമ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കും. അതിലേക്ക് നമുക്ക് കപ്പ ഉടയ്ക്കാനാണ് തീരുമാനിച്ചേക്കണത്. അപ്പോൾ അതിൽ പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കണില്ല. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും. വേപ്പില ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 3 ആഴ്ചയായി നന്നായിട്ട് നല്ല പച്ച വേപ്പില ഉണങ്ങി വെള്ളമൊന്നുമില്ലാതെ ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ. അത് ആവശ്യത്തിന് നമുക്ക് കുറേശ്ശെ എടുക്കാം. ഞാനിപ്പോൾ ഇതെടുത്തപ്പോൾ അതിൽ കുറച്ച് കറുത്ത ഇല കണ്ടു. അപ്പോൾ അതൊന്നും എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് മറ്റേ ഇലയെല്ലാം കേടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഇല എടുത്ത് കളഞ്ഞു. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് വേപ്പില, ശകലം മതി, അതെടുത്ത് നമുക്ക് നന്നായിട്ട് കഴുകി കപ്പയിലിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ, അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ നിറം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട, വെളിച്ചെണ്ണ തന്നെയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയുടെ കളറൊക്കെ ഇപ്പോൾ ഒരു ഗോൾഡൻ കളറാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഇടാം. കടുക് തീർന്നിരിക്കുക, അതുകൊണ്ട് കടുക് ഇടാത്ത കേട്ടോ. കടുകും കൂടെ ഇട്ടാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വേപ്പിലയും ചതച്ച മുളകും ചതച്ച വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മൊരിയണ വരെ നമ്മൾ മൂപ്പിച്ചെടുക്കുക. കപ്പ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചിട്ടുള്ളത്. കപ്പ നന്നായിട്ട് വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മൂപ്പിച്ച കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് പ്ലേറ്റിൽ വിളമ്പും. കപ്പയ്ക്ക് കൂട്ടാനായിട്ട് നമ്മൾ ഇന്നലെ രാത്രിയിലത്തെ കറി ശകലം ബാക്കിയുണ്ട്. ബീഫാണ്. അപ്പം ബീഫ് ഒന്ന് ചൂടാക്കിയപ്പോൾ കുറച്ചും കൂടെ അത് കണ്ടോ കറുത്ത കളറായി വരും. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ബീഫ് ചൂടാക്കും തോറും ടേസ്റ്റ് കൂടും. അങ്ങനെയാണ്. അപ്പം അതിൽ നിന്ന് കുറച്ച് ബീഫ്, നല്ല കപ്പ, ഉടച്ച കപ്പ, നല്ല ടേസ്റ്റാട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. കപ്പ ഉടച്ചത്, ബീഫ്, ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. പിന്നെ ഇത് ശകലം ചിക്കൻ കൊണ്ടാട്ടം ഇന്നലെ ഇരുന്നതിൻ്റെ ബാക്കിയാണ്, അത് ചൂടാക്കിയതാണ്. പിന്നെ നല്ല നാടൻ കാപ്പിപ്പൊടി പൊടിച്ച് ഉണ്ടാക്കിയ കട്ടൻ കാപ്പി. അപ്പോൾ ഇതെല്ലാം കൂട്ടി രാവിലെ നല്ലൊരു പിടി പിടിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ? എല്ലാവരും രാവിലെ എന്താണ് വെറൈറ്റി ഫുഡുകളൊക്കെ ആയിരിക്കുമല്ലേ? ഞങ്ങളിങ്ങനെയൊക്കെയാണ്. ഞായറാഴ്ച ദിവസം കപ്പയോ അങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കൽ കുറവാണ്. അപ്പോൾ രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പാവി മുളപ്പിച്ച മുളകും തൈകളാണ്. ഇനി അത് പറിച്ചു കേട്ടില്ലെങ്കിൽ അവിടെ നിന്നത് മുളകുണ്ടാവും. അപ്പോൾ അത് പറിച്ച് നടാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈർപ്പമുള്ള സ്ഥലമാണ്. മോട്ടറൊക്കെ അടിച്ച് വെള്ളം പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും വെള്ളമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ നടാമെന്ന് വിചാരിച്ച് അവിടെ ക്ലീൻ ചെയ്ത് കുഴിയെടുത്ത് അടിവളമൊക്കെ ഇട്ട്, അടിവളം ഇട്ടു കേട്ടോ. അടിവളം നമ്മൾ മേടിച്ചാണ്. പിന്നെ കുറച്ച് ചാണകപ്പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അത് നട്ടു. നല്ല വെയിലാട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകത എപ്പോഴത്തെ വെയിലിന്. അപ്പോൾ അതെല്ലാം നട്ടതിന് ശേഷം നമ്മളൊരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾ വീഡിയോയിൽ കണ്ട നറുനീണ്ടിയുടെ സർബത്ത് അത് റെഡിയാക്കിയിട്ടുണ്ട്, ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊരു നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ കടയിൽ നിന്ന് നാരങ്ങ സർബത്ത് കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, നല്ല രുചിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സമയമില്ല, ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യണത്. വീഡിയോ എടുക്കൽ, എഡിറ്റിങ്ങും വോയിസ് റെക്കോർഡും. അപ്പോൾ സമയം കിട്ടൂല. ബാക്കി പണികളൊക്കെ പെൻഡിങ് ആവും.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, വെയിലത്തിറങ്ങാതിരിക്കുക. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കുക. അതൊക്കെയാണ്. ഈ വേനൽ കടന്നു പോകും. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും എൻ്റെ നല്ലൊരു നമസ്കാരം. ബായ്.